Hi dear. Next topic is empirical rule. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാൻ പറ്റും. ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ബെൽ ഷേപ്ഡ് ആണ്. എന്ന് പറഞ്ഞാല് മിക്കവാറും വാല്യൂസ് ഈ ഒരു എന്താ പറയാ n വാല്യൂസ് വളരെ കുറവും മിഡിൽ വാല്യൂസ് ഒരുപാട് കൂടുതലും ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയ വാല്യൂസും ഫ്രീക്വൻസിയും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കർവാണ് ശരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി മിഡിൽ വാല്യൂസിനായിരിക്കും. ഏറ്റവും കൂടുതൽ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നത് എക്സ് ബാറിന്റെ അടുത്ത് കൂടെ ആയിരിക്കും. അതാണ് ഈ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് കാര്യങ്ങള് എംപിരിക്കൽ ആയിട്ട് പറയാം. എംപിരിക്കൽ എന്ന് പറഞ്ഞാല് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്തതിൽ നിന്ന് ഒരു ഇൻഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാം. അതായത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഒരു സാമ്പിൾ പോപ്പുലേഷന്റെ മീൻ എക്സ് ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസും ആണെങ്കിൽ എക്സ് ബാർ മൈനസ് എസിനും എക്സ് ബാറിനും ഇടയിൽ എക്സ് ബാർ മൈനസ് എസിനും എക്സ് ബാറിനും ഇടയിൽ 34% ഡാറ്റ ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ എക്സ് ബാറിനും എക്സ് ബാർ പ്ലസ് എസിനും ഇടയിലും ഡാറ്റയുടെ 34% ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ എക്സ് ബാറിന്റെ ചുറ്റും എക്സ് ബാറിന്റെ ബാക്കിൽ എക്സ് ബാർ മൈനസ് എസ്, ശേഷം എക്സ് ബാർ പ്ലസ് എസ്, ഇതിനാണ് നമ്മൾ വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ബാറിൽ നിന്ന് കുറക്കുക, എക്സ് ബാറിനോട് കൂട്ടുക. അതിന്റെ ഇടയിൽ ഈ ഡാറ്റയുടെ 68%, ആദ്യത്തെ 34%, രണ്ടാമത്തെ 34%, അങ്ങനെ 68% ഡാറ്റയും എക്സ് ബാർ മൈനസ് എസിനും എക്സ് ബാർ പ്ലസ് എസിനും ഇടയിലായിരിക്കും. ഇനി ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കുറക്കണമെങ്കിൽ എക്സ് ബാർ മൈനസ് 2s-നും എക്സ് ബാർ പ്ലസ് 2s-നും ഇടയിൽ 95% ഓഫ് ദ ഡാറ്റ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാണ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ് ബാറിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 തവണ കുറക്കുകയും 2 തവണ ആഡ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ ഇത്രയും ഭാഗത്ത് ഡാറ്റയുടെ 68-ഉം 13 13 27 68 27 എത്രയാണ് 95% ഓഫ് ദ ഡാറ്റ ലൈസ് ബിറ്റ്വീൻ എക്സ് ബാർ മൈനസ് 2s ആൻഡ് എക്സ് ബാർ പ്ലസ് 2s, and almost all values lies between, that is 99.7% എന്ന് പറഞ്ഞാല് almost 100 ആണ്. ഡാറ്റ ലൈസ് ബിറ്റ്വീൻ എക്സ് ബാർ മൈനസ് 3s ആൻഡ് എക്സ് ബാർ പ്ലസ് 3s. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും പറയാൻ പോകുന്നത്, ഇവിടെ നമ്മൾക്കൊരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മാത്രമേ നമുക്ക് അറിയുള്ളൂ വിചാരിച്ചു. ആ ഡാറ്റയിലെ വാല്യൂസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കാം. അതായത് എക്സ് ബാർ മൈനസ് എസിനും എക്സ് ബാർ പ്ലസ് എസിനും ഇടയിൽ 68% ഡാറ്റയും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊരു ഒബ്സർവേഷൻ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം പറയാം. നാഷണൽ സെന്റർ ഓഫ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തിയൊരു പഠനത്തില് 20 മുതൽ 29 വരെയുള്ള US-ലെ സ്ത്രീകളുടെ ഹൈറ്റിന്റെ ആവറേജ് 64.3 ഇഞ്ചസ് ആണ്. പക്ഷെ ഡാറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.62 ഇഞ്ചസ് ആണെന്ന് പറയാം. പക്ഷെ ഇത് വെച്ചിട്ട് US-ലെ സ്ത്രീകളുടെ ഹൈറ്റ് ഏത് 2 വാല്യൂസിന്റെ ഇടയിലാണ് നമുക്ക് കാണാൻ കഴിയും. അത് 59 ഇഞ്ചിനും 64 ഇഞ്ചിനും ഇടയിലുള്ള എത്ര ആളുകളുണ്ട് നമുക്ക് ഈ റൂള് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ വി അസ്യൂം ദാറ്റ് ദ ഡാറ്റ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള ഒരു യൂണിഫോം ആണ് പോപ്പുലേഷൻ, ഒരു
യൂണിഫോം ആയിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ അവിടെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും വളരെ നോർമലാണ്, അത് അബ്നോർമൽ ആയിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു രീതിയിൽ കാണണം. യെസ്, അപ്പോ 59.06 inches and 64.3 inches ആണ്. അപ്പൊ നമ്മൾ ആദ്യം what is x bar here? Mean height 64.3 inches. അപ്പൊ x bar equal to 64.3 and the standard deviation is equal to sample standard deviation 2.62. Now what is x bar plus yes? ഇത് വെച്ചിട്ടാണ് ഇനി മുഴുവൻ നമ്മളുടെ ഗെയിം. What is x bar plus yes? 66.92. What is x bar minus yes? 64.3 2.62 കുറച്ചാൽ എത്ര വരിക? 1.68 ആണ് വരിക. Right? അതേപോലെ what is x bar plus 2s? അത് 64.3 plus 2 times 2.62. What is that? It's equal to 69.54. അതേപോലെ x bar minus 2s ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്താല് 59.06. Now നമ്മളുടെ ഈ ബെൽ ഷേപ്പിലേക്ക് നമുക്ക് ഈ ബെൽ ഷേപ്പിൽ ഇത് വേണമെങ്കിൽ വരക്കാം. അപ്പൊ ഇവിടെ നോക്കുക, x bar minus x bar plus s എന്ന് പറഞ്ഞാല് നമുക്ക് ഇതിൽ ആവശ്യമുള്ള വാല്യൂസ് ഏതൊക്കെ നോക്കാം. നമുക്ക് 59.06നും 64.3ക്കും ഇടയിലാണ്. What is 64.3 is x bar. x bar 64.3 ആണ് x bar. And what is x? നമുക്ക് അടുത്ത വാല്യൂ എന്താണ്? 59.06 ഇതാണ്. എന്താണ്? x bar minus 2. 59.06. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര ആളുകൾ ഉണ്ടാവുന്നതാണ്? എത്ര പെർസെന്റേജിന്റെ ഗ്രാഫ് പ്രകാരം? 39.6 ഇവിടെ ഉണ്ട് അല്ലെ? 13.5 ഇവിടെ ഉണ്ട്. അടുത്തത് 34%. എത്ര ഉണ്ടാവുള്ളൂ? കാരണം 64.3 വരെ ഈ റീജിയനിലാണ്. അപ്പൊ എത്ര ആളുകൾ ഉണ്ടാവും? ഈ ഇത്രയും ഏജിന്റെ ഉള്ളിൽ എത്ര പേരുണ്ടാവും? അപ്പൊ നമ്പർ ഓഫ് percentage of women between 59.06 and 64.3 is 13.5 plus 34. That is 47.5. So 47.5% women have height between 59.06 and 64.3. ഇതാണ് നമ്മളുടെ ഈ പ്രോബ്ലത്തിലുള്ള ഒബ്സർവേഷൻ. ഇതുപോലെ can you calculate how many standard deviations is 66.92 to the right of 64.3? അല്ലെങ്കിൽ ഈ റീജിയനിൽ എത്ര ശതമാനം ആളുകളുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹൗ മെനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാല് അത് എക്സ് ബാർ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 66.92 എന്ന് പറഞ്ഞാൽ എന്താണ്? 66.92 എന്ന് പറഞ്ഞാൽ എക്സ് ബാർ പ്ലസ് എസ് ആണ്.
എക്സ് ബാർ പ്ലസ് എസിനും എക്സ് ബാറിനും ഇടയിൽ എത്ര സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ളൂ അല്ലെ? യെസ്. അപ്പോ പെർസെന്റേജ് ഡാറ്റ ബിറ്റ്വീൻ എക്സ് ബാർ ആൻഡ് എക്സ് ബാർ പ്ലസ് എസ് എത്ര പെർസെന്റേജ് ആണ്? ഏകദേശം 34% അല്ലേ വരിക? റൈറ്റ്. അപ്പൊ 34% women have height between 64.3 and 66.92. അങ്ങനെ നമുക്ക് എല്ലാം ഇതാക്കാം. അങ്ങനെ അത് വെച്ചിട്ടുള്ളൊരു ഗ്രാഫ് കൂടി ഇവിടെ എക്സിബിറ്റ് ചെയ്യാം. അതുപോലെ ജനറൽ ആയിട്ട് കണ്ടോ, നമ്മളുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. നമുക്ക് ജനറൽ ആയിട്ട് ഇത് അവിടെ 34% ഉണ്ട് നമുക്കറിയാം. അതേപോലെ ഇവിടെ 13.5% ഉണ്ടെന്ന് അറിയാം. അതുപോലെ നമുക്ക് ആ ബെൽ ഷേപ്പില് ഉള്ളത് മുഴുവൻ ഇവിടേക്ക് എടുത്താൽ ബാക്കി അല്ലേ ഇത്രയും നമുക്ക് പറയാൻ പറ്റും. ഇനി എക്സ് ബാർ മൈനസ് 3s പറയാൻ പറ്റും. എക്സ് ബാർ മൈനസ് 3s ലാസ്റ്റ് സെക്ഷനിൽ എത്ര വെച്ചാല് 2.35 2.35 അല്ലെ? ഇവിടെ 2.35, ഇവിടെ 2.35. അപ്പൊ ഈ ഹൈറ്റിനിടയിൽ ഇതൊക്കെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ? എക്സ് ബാർ പ്ലസ് എസ്, എക്സ് ബാർ പ്ലസ് 2s, എക്സ് ബാർ പ്ലസ് 3s വെച്ചിട്ടാണ്. അപ്പോ ഈ ഗ്രാഫിൽ നമുക്ക് പറയാൻ പറ്റുന്ന എക്സ് ബാർ മൈനസ് 3s കാൽക്കുലേറ്റ് ചെയ്താൽ 56.44 ആണ്. 56.44നും 72.16ഉം ഹൈറ്റിനിടയിൽ 99.7% ഓഫ് വിമൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 2029 എന്നുള്ള ഒരു ഒബ്സർവേഷൻ. നമ്മളുടെ കയ്യിൽ ഡാറ്റ ഇല്ല, മനസ്സിലായോ? നമ്മളുടെ കയ്യിൽ വെറും എന്തേ ഉള്ളൂ, എക്സ് ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മാത്രമല്ല ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും എന്നുള്ള ഒരു കാര്യവും. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മള് ബെൽ ഷേപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഇത്രയും പറഞ്ഞത്. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ബെൽ ഷേപ്പ്ഡ് ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ബെൽ ഷേപ്പ്ഡ് അല്ലെങ്കിലും ജനറൽ ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഉള്ളിൽ എത്ര ആളുണ്ട്, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഉള്ളിൽ എത്ര ആളുണ്ട്. 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് എസിനും എക്സ് ബാർ പ്ലസ് എസിനും ഇടയിൽ. 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് 2sനും എക്സ് ബാർ പ്ലസ് 2sനും ഇടയിൽ. ഓരോ ആ ഇന്റർവെലിന്റെ ഇടയിൽ എത്ര ശതമാനം ആളുകളുണ്ട് എന്ന് പറയുന്ന ഒരു ജനറൽ റിസൾട്ട് ആണ് ഷെബിഷെഫ്സ് തിയറം. അപ്പൊ എന്താണ് ഷെബിഷെഫ്സ് തിയറം പറയണത്? The portion of data set lying within k standard deviations of the mean is at least 1 minus 1 by k square. ഇത്രയേ ഉള്ളൂ ഷെബിഷെഫ്സ് തിയറം. The portion of any data set within k standard deviations of the mean is at least 1 minus 1 by k square. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടുത്ത. k equal to 2 ആവുമ്പോൾ എന്താവും? ഏതോ ഡാറ്റാ സെറ്റില് k equal to 2 ആണ്, അല്ലെങ്കിൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഉള്ളില് എക്സ് ബാർ മൈനസ് 2sനും എക്സ് ബാർ പ്ലസ് 2sനും ഇടയിൽ ഏത് ഡിസ്ട്രിബ്യൂഷനിലും എത്ര ശതമാനം ഡാറ്റ ഉണ്ടാവും നോക്കുക. 1 minus 1 by 2 square 3/4. അതിന് പെർസെന്റേജിലേക്ക് 75% ഡാറ്റ ഏത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എക്സ് ബാർ മൈനസ് 2sനും എക്സ് ബാർ പ്ലസ് 2sനും ഇടയിലായിരിക്കും. അതുപോലെ k equal to 3 ആകുമ്പോൾ 1 minus 1 by 3 square നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 1 minus 1 by 9 8/9 ആയിട്ടുണ്ട്. അത് ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ പെർസെന്റേജിലേക്ക് മാറ്റിയാൽ 88.9% ഓഫ് ദ ഡാറ്റ ലൈസ് ബിറ്റ്വീൻ x bar minus 3s and x bar plus 3s. This result is very important and this is called Chebyshev's theorem. നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം പറയാം. ഇനി അമേരിക്കയിലെ 2 സ്റ്റേറ്റുകളാണ് അല്ലെ, അലാസ്ക, ഫ്ലോറിഡ. അവിടെയുള്ള ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ അങ്ങനെ തന്നിട്ടുണ്ട്. അതായത് അല്ലെ 5 എന്താ പറയാ 0നും 10നും ഇടയിൽ, അതായിരിക്കും ഇത് 0നും 10നും ഇടയിൽ വയസ്സ് ഉള്ള എത്ര 1,00,000 ആളുകൾ, 1,00,000ന്റെ മുകളിൽ ആളുകൾ അല്ലെ. കണ്ടോ 100 into in thousands ആണ്. 100,000 എന്ന് പറഞ്ഞാല് അല്ലെ 1,00,000. അങ്ങനെ
1,00,000 ആളുകള് 5-നും 10-നും 20-നും ഇടയിൽ മിഡ് പോയിന്റ് ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. 2 സ്റ്റേറ്റിലും വേറെ വേറെ തന്നിട്ടുണ്ട്, റൈറ്റ്? ഇവിടെ കുറച്ച് പോപ്പുലേഷൻ കൂടുതലാണ്. ഇവിടെ എന്താ രണ്ടാമത്തത് ആദ്യത്തെ അലാസ്ക, രണ്ടാമത്തെ ഫ്ലോറിഡ. അവിടെ രണ്ടാമത്തോടത്ത് കുറച്ച് പോപ്പുലേഷൻ കൂടുതലാണ്. നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഈ പോപ്പുലേഷന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ ഡാറ്റനെ കുറിച്ച് നമുക്ക് ആകെ താല്പര്യം ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. വാട്ട് ഈസ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആൻഡ് ഫോർ k equal to those two, what can we conclude from Chebyshev's theorem, right? നമുക്ക് എന്താ പറയാൻ പറ്റുക? മീൻ ഈക്വൽ ടു, അപ്പൊ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഉള്ളില് അപ്പൊ x-bar minus 2 sigma ഇതാണല്ലോ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആൻഡ് x-bar അല്ല mu minus 2 sigmaക്കും mu plus 2 sigmaക്കും ഇടയിൽ 1 minus 1 by k square 1 minus 1 by 2 square equal to 75% ആളുകൾ ഉണ്ടാവും. എത്രയാണ് വാല്യൂസ്? mu minus 2 sigma എന്ന് പറഞ്ഞാല് 31.6 minus 2 into 19.5. ആദ്യത്തെ ഇത് നെഗറ്റീവ് ആണ് വരിക അല്ലെ? നെഗറ്റീവ് പറഞ്ഞാല് 31.6 മൈനസ് 39 ആണ് വരിക. അപ്പൊ 31 മൈനസ് 31 എന്ന് പറഞ്ഞാൽ 8, അപ്പൊ മൈനസ് 7.4 ആണ് വരിക. അതേസമയം 31.6 പ്ലസ് 2 into 19.5 എന്ന് പറഞ്ഞാൽ 31.6 പ്ലസ് 39 70.6. അപ്പോ നെഗറ്റീവ് മുതൽ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? x-bar ഇതാണ് mu minus 2 sigma. ഇത് 0 മുതൽ എടുത്താൽ മതി, കാരണം നമ്പർ ആണല്ലോ നമ്മൾ പറയണേ. അപ്പൊ 0 to 70.6 0 to 70.6 0 to 70.6 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ കണ്ടുണ്ടാവുക. ഇത്രയും ആളുകളുടെ 0-നും 76.5-നും ഇടയിൽ 75% ആളുകൾ. അതേപോലെ രണ്ടാമത്തേതിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? രണ്ടാമത്തതിൽ ഉള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷനിൽ mu minus 2 sigma എന്ന് പറഞ്ഞാല് -10.4 എന്ന് പറയാം. അപ്പൊ -2 റൈറ്റ് സൈഡിൽ 88.8. സോ 0 to 88.8 ഇയേഴ്സ് 75% ആളുകളും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഷെബിഷെഫ് വെച്ചിട്ട് പറയാൻ പറ്റുക. അലാസ്കയുടെ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത്, അപ്പൊ അത് നമ്മൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഈ ക്വസ്റ്റ്യനാണ് അലാസ്ക നമ്മൾ ആദ്യം ചെയ്തത്. ഫ്ലോറിഡ ഇവിടെ സോൾവ്ഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ അലാസ്കയില് 0-നും 70.6-നും ഇടയിൽ 75% ആളുകള്, ഫ്ലോറിഡയില് 0-നും 88.8% അല്ല വയസ്സിനും ഇടയില് 0 വയസ്സിനും 88.8 വയസ്സിനും ഇടയിൽ 75% ആളുകൾ എന്ന് പറഞ്ഞാല് ഈ ഒബ്സർവേഷൻ നോക്കി 88.8 വയസ്സിന്റെ മുകളിൽ 25% വരെ ആളുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി ഡാറ്റ കറക്റ്റ് ആണെങ്കിൽ അല്ലേ, റൈറ്റ്. പക്ഷെ ഇത് ഒരു എസ്റ്റിമേറ്റ് ആണ്. 75% ആളെങ്കിലും 75% എന്നുള്ളത് 100 ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു വിഷയം ഇപ്പുറത്തുണ്ട്, റൈറ്റ്. ഓക്കെ, ഇത് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ് ഷെബിഷെഫ്സ് ഇത് വെച്ചിട്ട്. അപ്പൊ ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.